നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കുഞ്ഞ് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടോ ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിരുന്നു. അതെനിക്ക് ഇന്ന് രാവിലെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ പിറന്നാളും കൂടെ ആയിരുന്നു. അപ്പോൾ ആ സെയിം ഡേയിൽ തന്നെ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് ആ ലൈസൻസ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷം. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതെങ്ങനെ കിട്ടി, ഞാൻ കുറച്ചധികം പണിപ്പെട്ടിട്ടാണ് ലൈസൻസ് കിട്ടിയത്. ആക്ച്വലി അതെങ്ങനെയാണെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അത് പലർക്കും സഹായമാകാം. കാരണം ഇവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വെളിയിൽ നിന്ന് വന്നിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിനകത്ത് പറഞ്ഞുതരാം. ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് ഓവർസീസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം നോർമലായിട്ടുള്ള ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറൊന്നും വേണ്ടി വരില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇവിടെ പഠിച്ചു വളർന്ന ഒരു കുട്ടിയെന്ന് വെച്ചോ, ആ കുട്ടിക്ക് ഇവിടെ ലൈസൻസ് എടുക്കണമെങ്കിൽ പല 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 കടമ്പകൾ കടക്കണം. ഫോർ എക്സാമ്പിൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ലേണേഴ്സിനായിരിക്കും. ലേണേഴ്സിന് എന്ന് വെച്ചാൽ മറ്റേ ഓൺലൈൻ ടെസ്റ്റ് ഇല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള, അത് പ്രിപ്പയർ ചെയ്ത് അത് അറ്റംപ്റ്റ് ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പിന്നെ ഡ്രൈവിംഗ് ലെസൺസ് എടുക്കണം, ഇത്ര മണിക്കൂർ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് P1 എന്നുള്ള ഒരു ലൈസൻസ് പ്ലേറ്റ് കിട്ടും. അത് കഴിഞ്ഞ് P2 കിട്ടും. പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് 2 സെക്ഷനാണ്, P1 ഉണ്ട്, P2 ഉണ്ട്. ഇതിനൊക്കെ പല ലിമിറ്റേഷൻസ് ഉണ്ട്, സ്പീഡ് ലിമിറ്റും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഡീമെറിറ്റ് പോയിന്റ്സ് കിട്ടുന്നതൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഫൈനലി P2 കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓരോ വർഷവും അങ്ങനെ എന്തോ ഒരു ഗ്യാപ്പിലാണ് വരുന്നത്. സോ നമുക്കൊരു 2-2.5 കൊല്ലത്തോളം എടുക്കും ഫൈനലി ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടാൻ. സോ നമ്മളുടെ ഒരു ബെനിഫിറ്റ്, നമ്മൾ പുറം രാജ്യക്കാർ അല്ലെങ്കിൽ ഒരു ഫോറിനർ എന്ന നിലയിൽ നമ്മളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ ഓവർസീസ് ലൈസൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം നോർമലി ഓവർസീസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ആകെ 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം അത് എനിക്ക് തോന്നുന്നു പുതിയ എന്തോ ഒരു റൂള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ലക്ലി ഞാൻ ആ റൂളിൽ വന്നില്ല, അത് റൂളിൽ കഴിഞ്ഞിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓവർസീസ് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് ലേണേഴ്സിനുള്ള ടെസ്റ്റ് തരും. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് റോഡ് ടെസ്റ്റാണ്. ഈ 2 സാധനങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കൈ കിട്ടും. പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ ഇന്ത്യൻ ലൈസൻസിലുള്ള പേര്, നമ്മൾ 10ാം ക്ലാസ്സിലും ഒക്കെ ഉള്ള പേര് എൻ്റെ ഇനിഷ്യൽ മാത്രമേ ഉള്ളൂ, എക്സ്പാൻഡഡ് അല്ലായിരുന്നു. അഞ്ജന S എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പാസ്പോർട്ടിൽ വന്നപ്പോൾ എന്തായി, അവരത് എക്സ്പാൻഡ് ചെയ്തേ വരുള്ളൂ, അഞ്ജന സന്തോഷ് കുമാർ എന്നുള്ള വലിയ പേര്. ഇവിടെ ഞാൻ ഇവിടുത്തെ സർവീസ് സെൻറ്ററിൽ ഓക്കെ നമുക്ക് ഓവർസീസ് ലൈസൻസ് ഉണ്ടല്ലോ, അത് വെച്ച് നമ്മുടെ ഇവിടുത്തെ ലൈസൻസിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. എൻ്റെ ഇന്ത്യൻ ലൈസൻസ്, ഞാൻ ഖത്തർ ലൈസൻസ് ഇവിടെ കാണിച്ചില്ല, അതിനകത്തും ഇനിഷ്യലിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ലൈസൻസ് ദാറ്റ്സ് ഫാർ ബെറ്റർ എന്ന് ഓർത്ത് ഞാനത് കാണിച്ചപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ, സോറി നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് യുവർ നെയിം ഈസ് നോട്ട് എക്സ്പാൻഡഡ് ഇൻ ദിസ് എന്ന് പറയും. ശരി, അപ്പം ഞാൻ എന്തെടുത്തു, ഞാൻ വന്നിട്ട് പരിവാഹൻ, നമ്മുടെ നാട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നല്ല ആപ്പാട്ടോ അത് ത്രൂ ഞാൻ എൻ്റെ നെയിം ചേഞ്ച് എന്നുള്ള എക്സ്പാൻഷൻ എന്നുള്ള ഒരു റീസൺ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പേര് ചേഞ്ച് ചെയ്തു. അതെനിക്ക് തോന്നുന്നു 400 രൂപയോ മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ അതിൽ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഒരു 10-12-13 ഡേയ്സിൽ എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഒരു PDF ഫോമാറ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പം ഞാൻ എന്തെടുത്തു, എൻ്റെ പഴയ ലൈസൻസ് കയ്യിലുണ്ടല്ലോ, സോ ആ മോഡലിൽ തന്നെ ഈ പുതിയ കിട്ടിയ PDF ഞാൻ കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ലാമിനേറ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി. എന്നിട്ട് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഞാൻ DKT ഈ ലേണേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് അവർ പറഞ്ഞു, ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ലൈസൻസ് ഞാൻ കാണിക്കാവേ. കണ്ട, ഇതാ ഉണ്ടാക്കിയ ലൈസൻസ് കണ്ടോ, ഇതായിരുന്നു ഒറിജിനൽ ലൈസൻസ്. അപ്പം എനിക്ക് കിട്ടിയ PDF വെച്ചിട്ട് ഉണ്ടാക്കിയ ലൈസൻസാണ് ഇത്. സോ ഇത് ഞാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവരവിടെ തന്നെ പരിവാഹൻ്റെ സൈറ്റിൽ കയറിയിട്ട്
ഡീറ്റെയിൽ കളക്ട് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ ദിസ് ഇസ് ജെനുവിൻ. അങ്ങനെ അവരെനിക്കത് അപ്രൂവൽ തന്നു. ലേണേഴ്സ് എഴുതി, അത് കിട്ടി. ലേണേഴ്സ് കിട്ടി കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത ടെസ്റ്റ് അല്ലേ, ഫൈനൽ ടെസ്റ്റാണ്, വേറെ ഒന്നുമില്ല ഇൻ ബിറ്റ്വീൻ. ഈസി പീസി. കാരണം ഇന്ത്യയിൽ ലൈസൻസ് എടുത്തു, പെട്ടെന്ന് കിട്ടി. ഖത്തറിലാണെങ്കിലും പെട്ടെന്ന് കിട്ടി. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ലൈസൻസിന് എനിക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ആവേശം. സോ ഇവിടെ എന്ത് ചെയ്തു, ഞാൻ ബൈ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് നാട്ടിലത്തെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഓഗസ്റ്റ് അല്ല ജൂലൈ ലാസ്റ്റ് ആയപ്പോഴത്തേനും നാട്ടിലത്തെ ലൈസൻസിൻ്റെ ഇത് കിട്ടി. എന്നിട്ട് ഞാൻ പോയി ലേണേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മെയിൻ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ദ മെയിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ 6. അത്രയും മാറി എന്ന് വെച്ചാൽ ജൂലൈ ലാസ്റ്റ് എല്ലാ സംഭവങ്ങളും സെറ്റായതാണ്. സെപ്റ്റംബർ 6, ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ഇനഫ് ടൈം, പ്രശ്നമില്ല, എനിക്ക് ഡ്രൈവിങ് അറിയാമല്ലോ ഓൾറെഡി. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ വന്നിട്ടും ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. 6 months നമുക്ക് ഓസ്ട്രേലിയയിൽ അറൈവ് ചെയ്തിട്ട് 6 മാസത്തിന് വരെ നമുക്ക് നമ്മുടെ ഓവർസീസ് ലൈസൻസ് കൊണ്ട് ഡ്രൈവ് ചെയ്യാം. സോ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എനിക്ക് ഡ്രൈവിങ് അറിയാമല്ലോ, സോ അതൊരു വലിയ പ്രശ്നമല്ല. അതിനുശേഷം ഞാൻ എൻ്റെ ലൈസൻസ് എന്നാലും എൻ്റെ ഫ്രണ്ട്സും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിയർ ബൈ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന്, എസ്പെഷ്യലി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാറും കൂടെ ആകുമ്പോൾ ഒരു ഗുണമുണ്ടാകും. ദാറ്റ് അവർ ഇതിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ വന്നേന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടാവും. സോ ബെറ്റർ അങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ നിയർ ബൈ ഉള്ളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ അപ്രോച്ച് ചെയ്തു. അവിടുത്തെ മാഷ് വന്നു. പുള്ളി എനിക്കൊരു 2 ദിവസത്തെ ക്ലാസ്, 2 ദിവസം ഒന്ന് ചുറ്റി, ഒന്ന് കറങ്ങി, എല്ലാം സെറ്റായി. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അന്ന് പോയി, സെപ്റ്റംബർ 6 അവിടെ ചെന്നു, ടെസ്റ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഐ വാസ് പ്രിറ്റി കോൺഫിഡൻറ്റ്, എനിക്ക് കാരണം ഡ്രൈവിംഗ് അറിയാമല്ലോ. ഓടിച്ചു. ഓൾമോസ്റ്റ് എൻ്റെ ഡ്രൈവിംഗ് സെൻറ്ററിൻ്റെ ദ സർവീസ് സെൻറ്ററിൻ്റെ അടുത്തെത്താറായി. മെറിലാൻഡ്സ് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഞാൻ കൊടുത്തതിൻ്റെ തൊട്ടടുത്തായി, ഇവിടുന്ന് ഒരു 10-15 minutes. അവിടെ ഞാൻ തൊട്ടടുത്തെത്താറായി, സർവീസ് സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് അവിടുത്തെ ബിൽഡിംഗ് എനിക്ക് കാണാം. എത്തി, ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് എത്തി. ഇപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷം, കിട്ടുമല്ലോ, ഇപ്പോൾ ലൈസൻസ് കിട്ടുമല്ലോ. ലൈസൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ വന്നു. ആ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, എവിടെ നിന്നാന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്നൊരു ഫയർ എൻജിൻ വന്നു. കഴിഞ്ഞില്ലേ, ഫയർ എൻജിൻ വന്നു. ആക്ച്വലി എനിക്ക് സൈഡിലോട്ട് ഒതുക്കാനോ നിർത്താനോ ഒന്നും പറ്റിയില്ല. എൻ്റെ നേരെ സൈഡിൽ അത് ഇങ്ങനെ വരിക. അപ്പം ഞാൻ എന്തെടുത്തു, ഫ്രണ്ടിലോട്ട് അങ്ങ് പോയി. അപ്പോഴും ഫെയിലാകും എന്നൊരു വിചാരം എനിക്കില്ല. എൻ്റെ മനസ്സിൽ ഞാൻ അതിന് ഗീവ് വേ ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തിരിച്ച് സർവീസ് സെൻറ്ററിൽ എത്തിയപ്പോൾ എനിക്ക് ഇൻസ്പെക്ടർ പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി യു ആർ ഫെയിലുവർ, ഡ്രൈവിംഗ് ഫെയിലുവർ. എൻ്റെ ദൈവമേ, ഞാൻ തകർന്നു പോയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫെയിലുവർ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, സാരമില്ല, ബാഡ് ലക്ക്. അങ്ങനെയൊക്കെ സെക്കൻഡ് ടൈം ബുക്ക് ചെയ്തു. ബുക്കിംഗ് കിട്ടാനാണ് കേട്ടോ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഭയങ്കര പാട്. അങ്ങനെ ബുക്ക് ചെയ്ത അവസാനം എനിക്ക് October 31 കിട്ടി. October 31. അപ്പോൾ September 6 ആയിരുന്നു. ഓർക്കണം, ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നത്. October 31 ഞാൻ സെയിം സെൻറ്റർ തന്നെ കൊടുത്തു. അന്ന് എനിക്ക് ഫസ്റ്റ് എന്നെ ഇൻസ്പെക്ട് ചെയ്ത ഒരു മലയാളിയായിരുന്നു തോന്നുന്നു. പേരൊക്കെ കേട്ടിട്ട് അങ്ങനെ തോന്നി. കണ്ടിട്ടും മലയാളി ലുക്കാണ്. ഒന്നും സംസാരിച്ചൊന്നുമില്ല കേട്ടോ, കാരണം അവർക്ക് അവരുടെ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യണ്ടേ. സോ അങ്ങനെ ലാംഗ്വേജ് ഒന്നും ഓക്കെ. എനിവേ, അങ്ങനെ രണ്ടാമത്തെ ടെസ്റ്റിന് October 31 പ്രിപ്പയർഡായി കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടി, ഉറപ്പാണ്. അതും ഇതുപോലെ തന്നെ സെയിം സ്പോട്ട്, സെയിം ഏരിയ വന്നപ്പോഴത്തേനും ഞാനൊരു സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ സിഗ്നലെത്തി. സിഗ്നലിൽ ഞാൻ ഗ്രീനിലാണ് വന്നുകൊണ്ടിരുന്നത്. ഗ്രീൻ കാണുന്നുണ്ട്. ഞാൻ വന്ന മൊമെൻറ്റിൽ അത് യെല്ലോ ആയി. ഞാൻ ഓർത്തു യെല്ലോ അല്ലേ, സ്റ്റിൽ സേഫ്. പോയി. റെഡ് അല്ല, യെല്ലോ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങി ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ യെല്ലോ വന്ന് എനിക്ക് സഡൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. പോയി തിരിച്ച് സർവീസ് സെൻറ്ററിൽ ചെന്നപ്പം മറ്റേത് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ കേട്ടോ, 95-96 എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇമ്മീഡിയറ്റ് ഫെയിലാണ്, ബിക്കോസ് ഞാൻ ഗീവ് വേ എന്നുള്ള സംഭവം തന്നെ ഉണ്ടല്ലോ, എമർജൻസി വെഹിക്കിൾ. സെക്കൻഡ് ടൈം ഈ യെല്ലോയ്ക്ക് കറന്നത് കൊണ്ട് പൊട്ടി, പിന്നെയും പൊട്ടി. പിന്നെ ഭയങ്കര സങ്കടമായി.
ആകെ നിരാശ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ലൈസൻസ് എടുക്കുന്നുള്ളൂ. എനിക്ക് ഭയങ്കര നമ്മുടെ ഉള്ളിലെ ആ ഒരു മോട്ടിവേഷൻ, എന്താ പറയുന്ന, ഒരു കോൺഫിഡൻസ് എല്ലാം പോയി. ഭയങ്കര സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന അവസാനം എല്ലാവരും പറഞ്ഞു ഇല്ലില്ല അടുത്ത ഡേറ്റ് എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ December 12th ഒരു ഡേറ്റ് കിട്ടി. സെയിം ലൊക്കേഷൻ, സെയിം സർവീസ് സെൻറ്റർ, എവറിത്തിങ് ഓക്കെ. പ്രിപ്പയർഡായി പോയി. ഞാൻ ചെന്നു. അപ്പോൾ ഈ 2 ഇൻസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഇനി ഞാൻ അത് ആവർത്തിക്കത്തില്ല എന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഫെയിലുവറിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. സാധാരണ പോലെ ഓടിക്കുക. അങ്ങനെ ഞാൻ ഓടിച്ചു തുടങ്ങി. എല്ലാം വൃത്തിയായിട്ട് ഓടിച്ച് വന്ന് ഇപ്രാവശ്യം യെല്ലോ സിഗ്നലോ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, എമർജൻസി വെഹിക്കിളൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവസാനം സർവീസ് സെൻറ്ററിലെത്തി. ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ തേർഡ് ടൈം എന്നെ ഇൻസ്പെക്ട് ചെയ്തും ഫസ്റ്റ് ടൈം എന്നെ ഫെയിലാക്കിയ പുള്ളിയാണ്. തേർഡ് ടൈം ഈ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, ദാറ്റ് മലയാളി ഗായ്, ഇൻസ്പെക്ടർ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി യു ആർ ഫെയിൽഡ്. സോറി, എന്താ ഫെയിൽഡ്? ഫെയിൽഡ് അഗെയിൻ. കാരണം അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഡ്രൈവിംഗ് വേറെ ഫെയിലേഴ്സൊന്നുമല്ല, നിങ്ങൾക്ക് സ്കോർ വളരെ കുറവാണ്. എൻ്റെ ഫസ്റ്റ് ടെസ്റ്റിനും സെക്കൻഡ് ടെസ്റ്റിനും മോർ ദാൻ 95 ഉണ്ടായിരുന്നു. ഫസ്റ്റിനും സെക്കൻഡിനും 92. ഞാൻ ചോദിച്ചു എങ്ങനെ സ്കോർ കുറഞ്ഞു? അപ്പോൾ പറഞ്ഞു നിങ്ങൾ പാമിങ് ചെയ്യുമായിരുന്നു. നിങ്ങൾ എൻ്റെ ഡ്രൈവിംഗ് യു ആർ ഡൂയിങ് പാമിങ് എന്ന് വെച്ചാൽ നമ്മൾ ശരിയാണ്. എനിക്ക് പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാനുവൽ കാറായിരുന്നു. സോ ഞാൻ പാമിങ് ചെയ്തിട്ടുണ്ട്. ഒറ്റ കയ്യിൽ ഓടിക്കും, മറ്റേ കൈ നമ്മുടെ ഗിയറിലുണ്ടാവും. സോ ഒറ്റ കൈ വെച്ച് ഓടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ പാടില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്റ്റൈൽ മാറ്റിയതാണ്. തേർഡ് ടൈമിൽ എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്തോ എനിക്കറിയില്ല, ഭയങ്കര സ്കോർ കുറവ്. 78 മറ്റോ, അത് പറ്റത്തില്ല. ജയിക്കാൻ 80 അതോ 90 എന്തോ വേണം. ഫെയിൽ. പിന്നെ ഞാൻ ആകെ നിരാശ, ഭയങ്കര നിരാശ. ഇനി ഡ്രൈവിങ് ചെയ്യണം. ഓസ്ട്രേലിയയിൽ ചിലപ്പോൾ എനിക്ക് ഡ്രൈവിങ് ചെയ്യാനുള്ള യോഗം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് വീട്ടിൽ വന്ന് ഇനി ഞാനിപ്പോഴെങ്ങും ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ട്രെയിനർക്കും ഭയങ്കര സങ്കടം. അങ്ങനെ പറയുന്നത് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളെ പിന്നെ എന്തോ ഒരു ബാഡ് ലക്ക് ഇതാന്നൊക്കെ പറഞ്ഞ് അവർ സാരമില്ല, ഇനി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട, ഞാൻ വണ്ടി ഓടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയും എല്ലാവരും നിർബന്ധിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. സെയിം സർവീസ് സെൻറ്റർ അല്ല, ഞാൻ സർവീസ് സെൻറ്റർ ഒന്ന് മാറ്റിയെടുത്തപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. കാരണം ഇനി ഞാൻ അവിടെ പോയി വഴിയൊക്കെ പഠിച്ച് വരുമ്പോഴത്തേനും സമയമെടുക്കും. ബെറ്റർ പഴയയിടത്ത് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ 3 പ്രാവശ്യം ഓൾറെഡി ആ മെറിലാൻഡ്സ് ഞാൻ പൊട്ടി പാളിഷായി. ഓക്കെ, സെയിം അവിടെ തന്നെ ഞാൻ കൊടുത്തു. എനിക്ക് ഡേറ്റ് കിട്ടിയത് March 16 കിട്ടിയത്. അപ്പോൾ ഇനി ഇഷ്ടംമാതിരി ദിവസങ്ങൾ കിടക്കുന്നു. അതിനുള്ളിൽ ഓൾറെഡി എനിക്ക് റോഡ് അറിയാം. പിന്നെ ഈ പാമിങ്ങിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ, അതുകൊണ്ട് തന്നെ ടെൻഷനില്ല. ആ ഒരു കൂൾ ഡൗൺ സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പത്തേനുണ്ടല്ലോ കഴിഞ്ഞ വ്യാഴാഴ്ച എന്ന് വെച്ചാൽ മെനിഞ്ഞാന്ന് രാവിലെ എൻ്റെ ട്രെയിനർ എനിക്ക് മെസ്സേജ് അയച്ചു, അഞ്ജന, ഐ ഹാവ് സ്കെഡ്യൂൾ യു ഫോർ സാറ്റർഡേ മോർണിംഗ്. ഞാൻ ചോദിച്ചു സോറി, സാറ്റർഡേ മോർണിംഗോ? ശനിയാഴ്ച രാവിലെയോ? ഓക്കെ, മെറിലാൻഡ്സ് തന്നെയാണോ? അപ്പോൾ അയാൾ പറഞ്ഞു അല്ല, സിൽവർ വാട്ടർ. എനിക്ക് ഒരു വക അറിയാത്ത സ്ഥലം. കാരണം ഞാനവിടെ പോയിട്ടില്ല, ഞാനവിടെ ട്രെയിൻ ചെയ്തിട്ടില്ല, അവിടെ പോയി ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ആ റോഡ് പോലും അറിയത്തില്ല. പിന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമല്ലോ, നമ്മുടെ ഗൂഗിളാണല്ലോ നമ്മുടെ എല്ലാം. അങ്ങനെ ഗൂഗിളിലും ChatGPT-യിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ സിൽവർ വാട്ടർ കുറച്ച് ടഫായിട്ടുള്ള ഏരിയയാണ്. മെറിലാൻഡ്സ് ഈസി ഏരിയ ആയിരുന്നു കേട്ടോ, നല്ല സ്ഥലമാണ്. എന്തോ എൻ്റെ ബാഡ് ലക്ക് കാരണം അവിടെ കിട്ടാഞ്ഞതാണ്. അങ്ങനെ സിൽവർ വാട്ടർ നല്ല ടഫായിട്ടുള്ള സ്ഥലമാണ്. കാരണം കുറേ ട്രക്കിൻ്റെയൊക്കെ സ്ഥലമാണ്. പിന്നെ ബിസി ഏരിയ ആണ്. ഇത് മോട്ടോർ വേ കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ പല 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 കാര്യങ്ങൾ വായിച്ചപ്പോഴത്തേനും ഞാൻ ആകെ ഡൗണായി. അപ്പത്തേന് പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, സാരമില്ല, ഞാനിതിന് കൊടുക്കുക. അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂഷനായി, ടെൻഷനായിട്ട് ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ വായിച്ചത് കൊണ്ട് കൂടുതൽ ടെൻഷനായി. പിന്നെ ഞാൻ ഓർത്തു ഏതായാലും പോട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോഴും എനിക്ക് ഹോപ്പൊന്നുമില്ല കേട്ടോ, സത്യമായിട്ടും എനിക്ക് 1% പോലും ഹോപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് കാണാൻ തുടങ്ങി സിൽവർ വാട്ടറിൻ്റെ. അങ്ങനെ അന്ന് തേഴ്സ്ഡേ എന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 hours ഒന്ന് ആ ഒരു സ്ഥലത്തോടൊന്ന് കറങ്ങാൻ, ഒന്ന് നോക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയപ്പം ഓക്കെ, റോഡ് റൂൾസൊക്കെ കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. കാരണം നമുക്ക് ശരിക്കും ഒരു റോഡിന് കൂടുതൽ പരിചയം വേണമെന്നില്ലല്ലോ. റോഡ് റൂൾസ് അറിയാമോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുന്ന ഒരു അഡ്വൈസ്. കറക്റ്റാണത് കേട്ടോ. അപ്പോൾ അങ്ങനെ സിൽവർ വാട്ടറിൽ അന്ന് വ്യാഴാഴ്ച പോയി 2 മണിക്കൂർ ഒന്ന് കറങ്ങി. പക്ഷെ അത് ഒത്തിരി റൂട്ട്സ്, ഒരു ഇൻസ്പെക്ടേഴ്സ് പല റൂട്ട്സിൽ കൂടെ പോകുന്ന ഒരു സ്ഥലമാണ്. മെറീൻ ലാൻഡ്സിലാകും 3 or 4 റൂട്ട്സ് മാത്രമേ ഉള്ളൂ. ബട്ട് സിൽവർ വാട്ടറിൽ മോർ ദാൻ 6 റൂട്ട്സ് ഉണ്ട്. ഞാൻ അതിലൊരൊറ്റ റൂട്ട് മാത്രമേ അന്ന് ആ ഒരു ദിവസം എൻ്റെ ട്രെയിനർ കൊണ്ടുപോയുള്ളൂ. കാരണം അതിനുള്ള ടൈമില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ടെൻഷൻ വേണ്ട, നീ ഏതായാലും പോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാറ്റർഡേ മോർണിംഗ് ആയിരുന്നു എൻ്റെ ടൈം. ഇന്ന് രാവിലെ 8:15 എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 7 മണിയായപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഓടിച്ചപ്പം ഓക്കെ, എൻ്റെ ഈ ഫെയിലിയർ ആയ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ ഞാൻ അത് മാത്രം ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചത്. കോമഡി കേൾക്കണോ? നേരെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററിലോട്ട് കയറിയപ്പോൾ ഫസ്റ്റ് കാണുന്ന ആരെയാണോ? എന്നെ 2 പ്രാവശ്യം തോപ്പിച്ച മലയാളി ഇൻസ്പെക്ടർ. എൻ്റെ ദൈവമേ, ആ പുള്ളിയെ കണ്ടപ്പോൾ പുള്ളി ശരിക്കും വേറൊരു ലൊക്കേഷനിലുള്ള പുള്ളി എങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നേ. ഇവിടെ വരുമെന്ന് പോലും നമുക്കൊരു ഊഹമില്ലായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ആകെപ്പെട്ട്, ഭഗവാനെ തീർന്നു. പിന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പുള്ളിയുടെ അടുത്തോട്ട് ഞാൻ വരത്തില്ലായിരിക്കും. ഫൈനലി നോക്കിയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ചെന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ശരി വാ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവിടെ നോർമലി ഡ്രൈവിംഗ് ടെസ്റ്റിൽ 3 മാൻഡേറ്ററി ആയിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ റിവേഴ്സ് പാരലൽ പാർക്കിങ്, പിന്നെ കർബ് സൈഡ് പാർക്കിംഗ്. കർബ് സൈഡ് എന്ന് വെച്ചാൽ സൈഡിൽ പാർക്ക് ചെയ്യത്തില്ലേ, അതൊന്ന്. പിന്നെന്തായിരുന്നു, 3 turn പോയിന്റ്. ഈ 3 സാധനങ്ങളിൽ ഏതെങ്കിലും 2 മാത്രമേ അവർ ചെയ്യിപ്പിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം റോഡിലൂടെ ഇങ്ങനെ ചുമ്മാ ഓടിക്കുക, നമ്മുടെ സിഗ്നലിംഗ് കറക്റ്റാണോ, ഹെഡ് ചെക്ക് കറക്റ്റാണോ, അതുപോലെ ഹസാർഡ്സ് കണ്ടാൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നത്. ഒബ്സർവേഷൻ, അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളി എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു. കാരണം ഓൾറെഡി 2 പ്രാവശ്യം ഈ പുള്ളി തന്നെ എന്നെ ഫെയിലാക്കിയിട്ടുള്ളത്. സോ ഇത് ഫെയിലാന്ന് ഉറപ്പിച്ച ഈവൻ എൻ്റെ ട്രെയിനറും അങ്ങനെ തന്നെ വിചാരിച്ച്. അങ്ങനെ ടെസ്റ്റിന് പോയി. ഞങ്ങൾ ടെസ്റ്റ് നോർമലി എല്ലാവർക്കും ഒരു 30-35 മിനിറ്റിൽ ടെസ്റ്റ് കഴിയുമെങ്കിൽ എന്നെക്കൊണ്ട് പുള്ളി വണ്ടി ഓടിപ്പിച്ചത് 53 മിനിറ്റാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നേരം വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതും എല്ലാവർക്കും 2 മാത്രമേ പുള്ളി ചെയ്യിപ്പിക്കത്തുള്ളൂ. പക്ഷേ എന്നെക്കൊണ്ട് പുള്ളി 3 ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ 3 ചെയ്യിപ്പിച്ചപ്പോൾ തന്നെ മീൻസ് ഈ കർബ് സൈഡ്, റിവേഴ്സ് പാരലൽ, അതുപോലെ 3 point turn ചെയ്യിപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി ഓക്കെ ഞാൻ ഫെയിൽഡാണ്. കാരണം എനിക്കതറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളി അങ്ങനെ മനഃപൂർവ്വം 3 ഒരുമിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് സംതിങ് ഫിഷി. അങ്ങനെ ഞാൻ പൊട്ടും ഉറപ്പിച്ചു. വരുന്ന വഴിക്ക് മീൻസ് എത്താറായി, സർവീസ് സെൻറ്ററിൽ എത്തുന്ന ടൈമിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഓക്കെ നെക്സ്റ്റ് ഇനി ഞാൻ എവിടെ ബുക്ക് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചത് തന്നെ. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഫെയിൽഡ് അല്ലേ, പിന്നെ ഇനി കൂടുതൽ നമ്മൾ ഹെഡ് ചെക്കോ അതും ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി ഫെയിൽഡ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ തിരിച്ച് സർവീസ് സെൻറ്ററിൽ എത്തി. അപ്പോൾ തന്നെ എൻ്റെ കാറിൻ്റെ കീ ഞാൻ ട്രെയിനറെ കൊടുത്തു. കാരണം തോറ്റു, ഇനിയിപ്പോൾ അത് കൈവച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഹായ് അഞ്ജന, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ പാസ്ഡ്. നോ വേ. അപ്പോൾ യു ആർ പാസ്ഡ്. ഞാൻ ശരിക്കും ഞെട്ടി. സത്യം പറഞ്ഞാൽ എൻ്റെ കൈ വിറക്കിയായിരുന്നു. എന്താണെന്ന് അറിയാം, എനിക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല വിറച്ചിട്ട്. കാരണം ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി. പാസ്ഡ് എന്ന് കേട്ടപ്പം ഫെയിൽഡ് എക്സ്പെക്ട് ചെയ്ത് 100% ഉറപ്പിച്ച് ചെയ്തിട്ട് എൻ്റെ കൈ ഇങ്ങനെ കിടകിടകിടകിടാ വിറയ്ക്കും. ഫൈനലി പാസ്ഡ്. എനിക്കറിയത്തില്ല ഞാൻ ഏതൊക്കെ ദൈവങ്ങൾക്ക് ആ സമയത്ത് നന്ദി പറഞ്ഞു. എൻ്റെ മനസ്സിൽ വന്നവരെയൊക്കെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. ഫൈനലി എനിക്ക് ആ സംഭവം കിട്ടിയിട്ടുണ്ട് മക്കളെ. ഇതാണ് ആക്ച്വലി ഈ പേപ്പർ. ഇത് നമ്മൾ ഫീ ഒക്കെ പേ ചെയ്തു. നിങ്ങൾക്ക് ലൈസൻസിൻ്റെ പ്രൂഫാണ്, ലൈസൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഈ പേപ്പറും കൊണ്ട് വേണം ഇനി ഞാൻ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കൊണ്ടുപോകാൻ. ലൈസൻസ് എനിക്ക് അവർ വീട്ടിലേക്ക് അയച്ചു തരും. ഒരു 10-15 ദിവസത്തിനുള്ളിൽ അത് സാധനം കാട്ടി കൈ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.
അങ്ങനെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കരഞ്ഞു, സങ്കടപ്പെട്ടു, ഡീമോട്ടിവേറ്റഡായി. എൻ്റെ ദൈവമേ, ഇതിന് ഇത്രയും വിലയുള്ളത്. ഞാൻ അറിഞ്ഞില്ല. ഫൈനലി എനിക്കൊരു കിട്ടി മക്കളെ, കിട്ടി. ഐ എം സോ ഹാപ്പി. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇത്രയും കുറേ സ്ട്രഗിൾ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും ആയത്. ഈവൻ വേറൊരു കാര്യം കൂടെ, ഞാൻ ലൈസൻസ് എനിക്ക് അയാൾ പാസ്സായി എന്ന് പറഞ്ഞു. അടുത്ത കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവർ ഈ പേപ്പർ തരണമല്ലോ, അതിന് ഞാൻ ചെന്നപ്പോൾ അവരെന്നോട് പറയാം തരത്തില്ലാണ്. കാരണം എന്താണെന്നോ, ഞാൻ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഒരു പ്രിൻ്റ് ഔട്ട് ലാമിനേറ്റ് ചെയ്തല്ലേ വെച്ചിരുന്നേ, അത് പറ്റത്തില്ല. ഒറിജിനൽ ലൈസൻസ് കാർഡ് കയ്യിലാണ്. ഞാൻ പറഞ്ഞു ഐ എം സോറി, ബിക്കോസ് ഞാൻ ഒരു 2-3 മാസം മുന്നേ ഇതിങ്ങനെ ഇനിഷ്യൽ എക്സ്പാൻഷന് വേണ്ടി അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടിയതാണ്. സോ എനിക്ക് നാട്ടിൽ നിന്ന് അത് വരാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ ഒറിജിനൽ പണ്ടത്തേത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒറിജിനൽ കാണിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ഇനി ഒറിജിനൽ വെച്ചെങ്ങാനും കിട്ടുമോ എന്നുള്ളത് എന്ന് പറഞ്ഞ് അവരത് എൻ്റെ നിന്ന് മേടിച്ചിട്ട് അത് സിസ്റ്ററിൽ നോക്കിയപ്പം ലക്ലി അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇനിഷ്യൽ മാത്രമല്ല എക്സ്പാൻഡ് ചെയ്തുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മാറിയിട്ടില്ല, സോ നിങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ഫൈനലി എനിക്കിത് കിട്ടി. ഐ എം സോ ഹാപ്പി. അത്രമാത്രം സന്തോഷമുണ്ട് സത്യമായിട്ടും. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അതിന് വേണ്ട എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലത്തെ ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. ഇൻ കേസ് ഞാൻ പോയ ഡ്രൈവിംഗ് സ്കൂള് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത് മെറിലാൻഡ്സിലുള്ള 2 ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളാണ് കേട്ടോ. അവിടെ മിഥുലാണ് എന്നെ പഠിപ്പിച്ചതൊക്കെ. നല്ല ഒരു കോച്ചാണ്, നല്ല ട്രെയിനറാണ്. സോ ഇൻ കേസ് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.